അബൂബക്കർ, നാരായണി, മണ്ട ശിരോമണി, വൈക്കം മുഹമ്മദ് ബഷീർ ഒരു വിസ്മയം. ബഷീർ കഥാപാത്രങ്ങളുമായി കുട്ടികൾ അരങ്ങിലെത്തുന്നു. APJ അബ്ദുൽ കലാം ലൈബ്രറി, കണ്ണൂർ. അബൂബക്കർ, നാരായണി, മണ്ട ശിരോമണി. ഒന്ന് എത്രയാ? ആടിന് തീറ്റ കൊടുക്കണല്ലോ. ഈ ചെടി പറിക്കാം. എന്താ ചെടിയാ? ഞാൻ ഇത് തന്നെ ആടിന് തീറ്റയായി കൊടുത്താലോ? പക്ഷെ ആടിന് ഇതേ കഴിക്കാൻ പറ്റും. നിങ്ങളെന്താ ഇവിടെ നോക്കിയിരിക്കുന്നേ? എൻ്റെ ആടിന് കഞ്ഞിവെള്ളം എന്തെങ്കിലും കൊടുത്തിനാ? ഓളെ ഒരാട്, ഇന്റെ ആട് ഇപ്പൊ ഇവിടുത്തെ ഓരോരോ പുസ്തകം തിന്നിരിക്കുന്നു. എൻ്റെ ആടിനെ എങ്ങനെ പറഞ്ഞാ പിന്നെ എൻ്റെ ആടിനെ പാല് കിട്ടുന്നെല്ലാം ഞാൻ നിങ്ങൾക്കേ തരൂല. മജീദേ, ഒന്നൊന്ന് എത്രയാ? ഇനി വലിയ ഒന്നാ? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. അതിന് കല്യാണം കൊടുത്തതാ, അന്ന് ഇതും കൂടി കൊടുത്തോ. അതിന് കല്യാണം കൊടുത്തതാ. ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക. ഇന്നെ കൊണ്ടുവരുന്ന ആടേതാ? ആടിന് വല്ലതും കൊടുത്താ വേണ്ടേ? ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ. കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും.
ഓ ഇന്റെ ഒരു ആട് ഇവിടെ 100 കൂട്ടം പണിയുള്ളവരാന്ന്. അതുള്ള ബുക്കും കടലാസ് തെച്ച് തിന്നല അതിന്റെ പണി. ഞാൻ പാത്തുമ്മ, ബഷീർ ഖാന്റെ പെങ്ങൾ. ഇതെന്റെ ആട്. ഇതിനെ ആർക്കും കണ്ടൂടാ. ഇവളെല്ലാം കട്ടുനിന്നത്രേ. ഇവളെ എനിക്ക് പെരുത്തിഷ്ട. ഈ ആട്ടും പാലിട്ടാണ് എല്ലാവരും കഴിയുന്നത്. ഇതിന്റെ പാലെല്ലാവരും കട്ടുകുടിക്കും. നടന്നൊരു മുത്തൊളി പാത്തുമ്മ. വല്ലിക്ക, അനക്കൊരു കാര്യം പറയാനുണ്ട്. ആരും അറിയണ്ട. ആനുമ്മ അറിഞ്ഞാൽ വഴക്കിടും. വല്ലിക്ക ഇനി എനക്ക് രൂപയായിട്ട് ഒന്നും തരണ്ട. ഖദീജക്ക് 2 കമ്മല് പണിഞ്ഞെടുത്താൽ മാത്രം മതി. വെള്ളിയുടെയോ പൊന്നിന്റെയോ? പൊന്നിന്റെ തന്നെ വേണം. നീ ആടിന് പലതും കൊടുത്തോ? അല്ലോ, ഞാൻ മറന്നു. കഞ്ഞിവെള്ളം കൊടുത്തിട്ടില്ലേ? എന്റെ ആട് വരട്ടെ, എന്നെല്ലാം ഒന്ന് കാണിച്ചല്ല എല്ലാവർക്കും. ആട് കൂട്ടുകാരെ, ഞാനാണ് പാത്തുമ്മ. പശുക്കളിന്റെ പെങ്ങള്. എന്റെ ആഴപ്പെടു. ആരാ അവിടെ ചൂളം അടിക്കുന്നേ? ഞാനാ ബഷീർ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ നാരായണിക്ക് തരും. ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ? എല്ലാവർക്കും കൊടുക്ക്. നാരായണയുടെ എന്റെയും പേരിൽ. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. കേശവൻ നായരും സാറാമ്മയും അത്രമേൽ പരസ്പരം ഇഷ്ടമാകയാൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവരങ്ങനെ തീരുമാനിച്ചൊരു യാത്ര പുറപ്പെട്ടു. ഒരു ഹോട്ടലിലെത്തി. ചായപ്പിടിയെ കയറിയപ്പം കേശവൻ നായർ വലിയ സന്തോഷത്തിൽ 2 ചായക്ക് ഓർഡർ ചെയ്തു. ഒരുപക്ഷെ മൂപ്പർ ആദ്യമായിട്ടായിരിക്കും വേറൊരാൾക്കൊരു ചായ വാങ്ങിക്കൊടുക്കുന്നത്. ആ പ്രണയത്തിൻ്റെ ഒരു ശക്തിയാണ്. 2 ചായക്ക് ഓർഡർ ചെയ്തു. സാറാമ്മ ഒച്ചത്തിൽ പറഞ്ഞു 2 കാപ്പി. അപ്പം കേശവൻ നായർക്ക് ഒരു സങ്കടമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുറഞ്ഞ ഇടവേളകളിൽ കേശവൻ നായരും ഒന്ന് ആലോചിച്ചു, സാറാമ്മയും ഒന്ന് ആലോചിച്ചു. കേശവൻ നായർ പതുക്കെ പറഞ്ഞു എനിക്കൊരു ചായ. സാറാമ്മയും പതുക്കെ പറഞ്ഞു എനിക്കൊരു കാപ്പി. ബഷീറിന്റെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. കേശവൻ നായർ ചായയും കുടിച്ചു, സാറാമ്മ കാപ്പിയും കുടിച്ചു. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു. മതനിരപേക്ഷതയുടെ സൂര്യൻ, മനുഷ്യത്വത്തിന്റെ സൂര്യൻ.
ഭാർഗവിക്കുട്ടി, നമ്മൾ തമ്മിൽ പരിചയമില്ല. ഞാനൊരു പാവപ്പെട്ട സാഹിത്യകാരനാണ്. ഞാനാണ് ഇവിടുത്തെ പുതിയ താമസക്കാരൻ. രാമൻ നാരെന്ന് വിളിച്ച മൂക്കുചുറ്റി ഉപ്പിലിടും. എൻ്റെ പേര് നാരായണി. വയസ്സ് 22. എന്നെ മാത്രം സ്നേഹിക്കുമോ? എനിക്കൊരു റോസാച്ചെടി തരുമോ? ഇത് ജയിലല്ലേ, ജയിലിൽ രഹസ്യമൊന്നുമില്ല. എല്ലാം എല്ലാവർക്കും അറിയാം. ബഷീറേ, ദൈവത്തെ ഇത്രയെങ്കിലും സ്നേഹിച്ചിനെങ്കിൽ ദൈവം മുന്നിൽ വന്നേനെ. എനിക്കൊരു റോസാച്ചെടി തരുമോ? എന്നെ മാത്രം സ്നേഹിക്കുമോ? എനിക്കൊരു റോസാച്ചെടി തരുമോ? എന്നെ മാത്രം സ്നേഹിക്കുമോ? കഞ്ഞിവെള്ളം കൊടുത്തിട്ടില്ലേ? എൻ്റെ ആട് വരട്ടെ, എന്നെല്ലാം കാണിച്ചല്ലോ എല്ലാവർക്കും.
മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോർ പോയല്ലോ മമതകി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീ എന്നു വന്നു ചേരും മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ മമസഖി നീ എന്നു വന്നു ചേരും ഒരു പുഷ്പം ബഷീർ ദിനം. പ്രിയപ്പെട്ട എഴുത്തുകാരന് എൻ്റെ പെമ്മ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോറുന്ന വഴിവയ്ക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ വെളുക്കുമ്പോ കുളിക്കുവാൻ പോറുന്ന വഴിവയ്ക്കിൽ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ. എന്നെ മാത്രം സ്നേഹിക്കുമോ? ഇവിടെ എന്നേക്കാൾ വലിയ സുന്ദരിമാരുണ്ട്. ഞാൻ വലിയ സുന്ദരിയൊന്നല്ല. എനിക്കൊന്ന് കാണണം. എന്റെ ദൈവമേ, മണിയടിക്കാറായി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ ആടിന് വല്ലോ കൊടുത്താ വേണ്ടേ?
അതിന് കഞ്ഞെള്ളം കൊടുത്തതാ. ആ എന്നാ ഇത് അതിന് കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്റെ ആട്, ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇവളെല്ലാം കട്ടുന്നത്ര. എന്നെ എനിക്കിതിന് പെരുത്തിഷ്ട. 17 പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ്? പറയൂ പറയൂ നീ നല്ലഴകെ, പനിനീർ ചെടിയോ പാൽമുല്ലകളോ? ഈ ആട്ടുംപാല് വിറ്റിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നാ എല്ലാരും കൂടി ഉണ്ട് പാല് കെട്ടി കുടിക്കും. ഞാൻ എന്താ ചെയ്യാ? പത്മ ചായ. दो प्यासे एक हुए हैं ऐसे, दो प्यासे एक हुए हैं ऐसे. ഭൂമിയിൽ ഏറ്റവും വലിയ സത്യം സ്നേഹമാണ്. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക. പ്രിയപ്പെട്ട സാറാമേ, ജീവിതം യൗവന തീഷ്ണവും
ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കാം. ആമസോൺ, ജെം രജിസ്ട്രേഷൻ എന്നിവ പഠിക്കാം. കണ്ണൂരിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കൂ. 30 പേർക്ക് മാത്രം അവസരം. ഉടൻ വിളിക്കൂ. കണ്ണൂരിൽ നൃത്ത മത്സരം 3ാം ക്ലസ്റ്ററിലേക്ക് അപേക്ഷിക്കാം. സിംഗിൾ ഗ്രൂപ്പ് ഇനങ്ങളിലായി നൃത്തരൂപങ്ങൾ. വിജയികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.